ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ബ്രാഞ്ചിങ് ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്നു 8085 8085യുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് നമുക്ക് 5 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെയാണ്? ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിത്മെറ്റിക് ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ആദ്യത്തെ 3 കാറ്റഗറി നമ്മൾ ഓൾറെഡി കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രാഞ്ചിങ് ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇൻസ്ട്രക്ഷൻ സെറ്റ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എന്താണ് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. ഓക്കെ, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? നോർമലി ഞാനത് നിങ്ങളോട് പറഞ്ഞു തന്നിരുന്നതാണ്. ഒരു ഇത് കൊടുക്കുമ്പോൾ, ദാറ്റ് ഈസ് ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം, ഇൻസ്ട്രക്ഷൻ പ്രോഗ്രാം ആയിട്ടാണ് കമ്പ്യൂട്ടറിന് കൊടുക്കുന്നത്. സീക്വൻഷ്യൽ ഓർഡറിലാണ് അത് എക്സിക്യൂട്ട് ആവുന്നത്, അല്ലെങ്കിൽ പ്രോഗ്രാം കമ്പൈൽ ആവുന്നത്. സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണോ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തത് ആ ഓർഡറിൽ ആദ്യം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ, അത് കഴിഞ്ഞ് അടുത്ത ലൈൻ, അങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട്, അതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ആ ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റ്സ് നമുക്കറിയാം. ഇഫ് എൽസ്, ഫോർ ലൂപ്പ്, ചില പ്രത്യേക സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോർ ലൂപ്പ്, വൈല്, ഡു വൈല്, അല്ലേ? അതൊക്കെ ലൂപ്പിങ്. പിന്നെ ബ്രാഞ്ചിങ് ഏതാണ്? ഇഫ് എൽസ്, ഇഫ് ലാഡർ, സ്വിച്ച്, ഇതൊക്കെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ബ്രാഞ്ചിങ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റെപ്പ് ഇപ്പോൾ സ്വിച്ച് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഓപ്ഷൻ ആയിരിക്കും എക്സിക്യൂട്ട് ആവുള്ളൂ, ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്നും എക്സിക്യൂട്ട് ആവില്ല, ഏതെങ്കിലും ഒന്ന്, അല്ലേ? ഇഫ് എൽസ് ആണെങ്കിൽ കണ്ടീഷൻ ട്രൂ ആവുന്ന ഒരു കണ്ടീഷൻ, ഇഫ് ലാഡറിലൊക്കെ ഒരു കണ്ടീഷൻ. ഇഫ് എൽസ് മാത്രമാണെങ്കിൽ എന്തായിരിക്കും? ഒന്നിലെ ഇഫിന്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എൽസിന്റെ കണ്ടീഷൻ, ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും ട്രൂ ആവുക. അപ്പോൾ അത് ഏതെങ്കിലും ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു സീക്വൻഷ്യൽ ഫ്ലോയിൽ നിന്ന് നമ്മുടെ കൺട്രോളിൽ, മൈക്രോ പ്രോസസറിന്റെ കൺട്രോള് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറ്? ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, ഇഫും ഇഫ് എൽസും ഒക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നതാണ്? നമ്മൾ നോർമൽ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിവിടെ മൈക്രോ പ്രോസസറിന്റെ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്, അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അസംബ്ലി ലാംഗ്വേജ് ആണ്. അപ്പോൾ അസംബ്ലി ലാംഗ്വേജിൻ്റെ ലെവലിൽ, അല്ലെങ്കിൽ ആ കോഡിൽ നമ്മൾ എന്തൊക്കെ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ചിങ് എല്ലാം മെയിനായിട്ട് 3 ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് ആണ് വരുന്നത്: ജമ്പ്, കോള്, റിട്ടേൺ. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. 3 എണ്ണമാണ് മെയിനായിട്ട് വരിക: ജമ്പ്, കോൾ, ദെൻ റിട്ടേൺ. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജമ്പാണ്. ഈ 3 കാറ്റഗറിയിലും അൺകണ്ടീഷണൽ ആയിട്ടും കണ്ടീഷണൽ ആയിട്ടും ഉണ്ട്. അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ചൊരു കണ്ടീഷൻ ഒന്നും കൊടുക്കാണ്ട്, അതായത് ഇഫ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകം ഒരു ചെക്കിങ് കൺസ്ട്രെയിൻ ഒന്നും കൊടുക്കാണ്ട് ഡയറക്റ്റ് ആയിട്ട് ലേബലൊക്കെ കൊടുത്തിട്ട് ജമ്പ് ചെയ്യുക. ജമ്പ് അല്ലെങ്കിൽ ഗോ ടു എന്ന് പറഞ്ഞിട്ടൊരു ലേബൽ കൊടുക്കുക. അപ്പം നേരിട്ട് എന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവുക, ഇടയിലുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ സ്കിപ്പ് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ ചില പ്രോഗ്രാംസിലൊക്കെ കൊടുക്കാറുണ്ട്, അല്ലേ? അപ്പം അങ്ങനെ ഉള്ളതാണ് അൺകണ്ടീഷണൽ എന്ന് പറയുന്നത്. കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? സം ഫ്ലാഗ് സ്റ്റാറ്റസ്. നമുക്ക് 5 ഫ്ലാഗുകൾ ഉണ്ട്, അല്ലേ? ക്യാരി, സൈന്,
പാരിറ്റി അല്ലേ? ഇതിലേതെങ്കിലും ഫ്ലാഗിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് അതിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ്, ആ വാല്യൂ അനുസരിച്ചാണ് ജമ്പ് ചെയ്യുന്നതെങ്കിൽ അതാണ് കണ്ടീഷണൽ ജമ്പിംഗ് എന്ന് പറയുന്നത്. ജമ്പിംഗ് മാത്രമല്ല, കോളും റിട്ടേണും ഒക്കെ അതുപോലെ തന്നെയാണ്, കണ്ടീഷണൽ ബേസ്ഡ് ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ കണ്ടീഷണൽ ബേസ്ഡും അൺകണ്ടീഷണൽ ബേസ്ഡും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതാണ്? അൺകണ്ടീഷണൽ ജമ്പ്. ഓക്കെ, അൺകണ്ടീഷണൽ ജമ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് JMP, ജമ്പ്. വേറെ ഒന്നുമില്ല, ജമ്പ് 20 എന്ന് പറഞ്ഞാൽ ഈ അഡ്രസ്സിലേക്ക് പോവുക, മെമ്മറി അഡ്രസ്സ് ഈ അഡ്രസ്സിലേക്ക് പോവുക. ഈ അഡ്രസ്സിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ ഈ അഡ്രസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ അഡ്രസ്സിൽ എന്ത് ഇൻസ്ട്രക്ഷൻ ആണോ തന്നിരിക്കുന്നത് അതായിരിക്കും അടുത്തതായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിലാണ് അടുത്ത ഇൻസ്ട്രക്ഷന്റെ അഡ്രസ്സ് ഉണ്ടാവുക അല്ലേ? അതിനെ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യും? ഈ ഒരു പെർട്ടിക്കുലർ അഡ്രസ്സ് വെച്ച് റീപ്ലേസ് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ അഡ്രസ്സിലുള്ള ഇൻസ്ട്രക്ഷൻ ആണ് പിന്നീട് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, ഇതാണ് ജമ്പ് അൺകണ്ടീഷണൽ. ഇനി കണ്ടീഷണൽ ആണെങ്കിലോ? കണ്ടീഷണൽ ആണെങ്കിൽ ഇവിടെ ഞാനിത് ഈ എക്സ് എന്ന് തന്ന് എക്സിന്റെ സ്ഥാനത്ത് എന്ത് വേണമെങ്കിലും ആവാം. ഓക്കെ, അടുത്ത ടേബിളിലാണ് അതുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പേജ് അങ്ങോട്ട് ഒഴിവാക്കായിരുന്നു, ഞാനത് വിട്ടുപോയി. ഓക്കെ, കണ്ടീഷണൽ ജമ്പിങ്. കണ്ടീഷണൽ ജമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെറ്റർ ജെ തന്നെയാണ്, അതിന് ശേഷമുള്ളത് വ്യത്യാസമുണ്ട്. ഓക്കെ, കണ്ടീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് കണ്ടീഷണൽ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാണ്? JC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്പ് ഇഫ് ക്യാരി. ക്യാരി എന്ന് പറയുന്ന ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ ജമ്പ് ചെയ്യുക. ജമ്പ് ഇഫ് നോട്ട് ക്യാരി. അപ്പൊ ക്യാരി ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ, 1 അല്ലെങ്കിൽ, നോ ക്യാരി എന്ന് പറഞ്ഞാൽ ക്യാരി ഇല്ലെങ്കിൽ ജമ്പ് ചെയ്യുക. ജമ്പ് ഇഫ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? സൈൻ ബിറ്റ് ഉണ്ട് അല്ലെ, പോസിറ്റീവും നെഗറ്റീവും. അതുപോലെ തന്നെ ജമ്പ് ഇഫ് നെഗറ്റീവ് ആണെങ്കിൽ ജമ്പ് ഇഫ് മൈനസ്, M ആണ് യൂസ് ചെയ്യുന്നത്, N അല്ല. കാരണം നോട്ട് അല്ലെങ്കിൽ നോ ക്യാരിക്കൊക്കെ N യൂസ് ചെയ്യുന്നതുകൊണ്ട് N ഇവിടെ നമ്മൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. പോസിറ്റീവ് നെഗറ്റീവ് അല്ല, പകരം മൈനസ് എന്നാണ്. മൈനസിന്റെ M ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. ജമ്പ് ഇഫ് മൈനസ്. ഓക്കെ, JM. പിന്നെ ജമ്പ് ഇഫ് 0 പറഞ്ഞാൽ 0 ഫ്ലാഗ് ഉണ്ട്, 0 ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ. ജമ്പ് ഇഫ് നോ 0, അപ്പൊ 0 ഫ്ലാഗിന്റെ വാല്യൂ 1 അല്ലെങ്കിൽ 0 ആണെങ്കിൽ. ഇനി പാരിറ്റി ഫ്ലാഗ് ഉണ്ട് അല്ലെ, പാരിറ്റി ഫ്ലാഗ് 1 ആണെങ്കിൽ ജമ്പ് ഇഫ് പാരിറ്റി ഈവൺ, ജമ്പ് ഇഫ് പാരിറ്റി ഓഡ്. പാരിറ്റി ഫ്ലാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൺ നമ്പർ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിരിക്കും, ഓഡ് നമ്പർ ആണെങ്കിൽ പാരിറ്റി ഫ്ലാഗിന്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പൊ അതാണ് ജമ്പ് ഇഫ് പാരിറ്റി ഈവൺ, ജമ്പ് ഇഫ് പാരിറ്റി ഓഡ്. അപ്പൊ ഇത്രയുമാണ് കണ്ടീഷണൽ ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. അൺകണ്ടീഷണൽ ആണെങ്കിൽ JMP, കണ്ടീഷണൽ ആണെങ്കിൽ നമുക്ക് 8 എണ്ണം ഉണ്ട്. JC, JNC, JP, JM, JZ, JNZ, JPE, JPO. അപ്പോൾ ഇതിൽ 4 ഫ്ലാഗ് ആണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. ക്യാരി, സൈൻ, 0, പാരിറ്റി. ക്ലിയർ ആയോ ഇത് ജമ്പിന്റെ കേസ്? മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അപ്പോ ഇത്രയുമാണ് ജമ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നമുക്ക് 2 ബ്രാഞ്ചിങ്ങും കൂടി ഉണ്ട്. കോളും അടുത്ത ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ ആണ് കോള്, പിന്നൊന്നുള്ളത് റിട്ടേൺ. ഓക്കെ, കോളും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അൺകണ്ടീഷണലിനെ യൂസ് ചെയ്യുന്നത് കോൾ. ഓക്കെ, അതായത് എന്താണ് കോൾ ചെയ്യുന്നതെന്നറിയോ? സബ് റൊട്ടീൻസ്, അതായത് ഫങ്ഷൻ. നമ്മൾ ബ്രാഞ്ചിങ്ങിൽ വരുന്ന തന്നെയാണ് ഫങ്ഷൻ കോൾ അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ സിയിലൊക്കെ പ്രോഗ്രാം ഫങ്ഷൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടില്ലേ? എന്താണ് ഫങ്ഷൻ എന്ന് പറയുന്നത്? നോർമലി സീക്വൻഷ്യൽ ഫ്ലോയിൽ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലേ? സീക്വൻഷ്യൽ ഫ്ലോയിൽ പ്രോഗ്രാം പോകുന്നുണ്ട്. ഇടയ്ക്കൊരു ഫങ്ഷൻ കോള്, ഫങ്ഷന്റെ നെയിം കോള് വന്നു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? പിന്നെ ആ ഫങ്ഷന്റെ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. എന്നിട്ട് ആ ഫങ്ഷന്റെ സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ എവിടെ നിന്നാണോ ഫങ്ഷൻ കോള് വിളിച്ചത്, ആ നെയിം നമ്മൾ യൂസ് ചെയ്തത്, അതിന്റെ അടുത്ത ഇൻസ്ട്രക്ഷൻ മുതൽ വീണ്ടും പ്രോഗ്രാം സീക്വൻസ് കണ്ടിന്യൂ ചെയ്യും അല്ലേ? അപ്പോ
ആ സബ് റൊട്ടീൻ അല്ലെങ്കിൽ ആ ഫംഗ്ഷനിലേക്ക് പോകുന്നതിനാണ് കോള് കൊടുക്കുന്നത്. അവിടെ നിന്ന് തിരിച്ചെത്തുന്നതിനെയാണ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത്. ഫംഗ്ഷൻ അറിയാലോ, നമ്മൾ തിരിച്ച് സബ് റൊട്ടീനിൽ നമ്മൾ എന്ത് കൊടുക്കും? റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മെയിൻ പ്രോഗ്രാമിലേക്ക് തിരിച്ചു വരും. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് പ്രോഗ്രാമിംഗ് സ്ട്രക്ചർ. അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മൈക്രോ പ്രോസസ്സറിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അസംബ്ലി കോഡിൽ. ഓക്കെ, അപ്പൊ അൺകണ്ടീഷണൽ ആണെങ്കിൽ കോൾ, കണ്ടീഷണൽ ആണെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്ലാഗ് ബിറ്റ്സിന്റെ വാല്യൂസ് നോക്കിയിട്ടാണ് കണ്ടീഷണൽ കോൾ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ടേബിൾ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അൺകണ്ടീഷണൽ ആണെങ്കിൽ ഇങ്ങനെയായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. കോൾ 2034H. ഈ 2034H എന്ന് പറയുന്നത് എന്താണ്? 2034H എന്ന് പറയുന്നത് എന്താണ്? 2034H എന്ന് പറയുന്നത് അഡ്രസ് ആണ്. ഇപ്പോൾ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ് റൊട്ടീൻ കോൾ ആണ്. ഈ അഡ്രസ്സിലായിരിക്കും സബ് റൊട്ടീൻ ഉണ്ടാവുക. അവിടെയുള്ള സബ് പ്രോഗ്രാമിനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അപ്പോൾ സബ് റൊട്ടീൻ കോൾ ഓക്കെ, സബ് റൊട്ടീൻ കോൾ കണ്ടീഷണലി ആണെങ്കിൽ നമുക്കിവിടെ നേരത്തെ പോലെ 8 എണ്ണം ഉണ്ട്. കോൾ ഓൺ ക്യാരി, കോൾ ഓൺ നോ ക്യാരി. അപ്പോൾ ഇത് രണ്ടും എന്തിൻ്റെ വാല്യൂവിനെ ബന്ധപ്പെട്ടിട്ടാണ്? ക്യാരി ഫ്ലാഗിൻ്റെ. ഇനി പോസിറ്റീവും നെഗറ്റീവും, പോസിറ്റീവും മൈനസും, നെഗറ്റീവിന് പകരം MR യൂസ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെയൊക്കെ തുടക്കം എന്താണ്? C ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ബിറ്റ്സ് ഒക്കെയാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ന്യൂമോണിക്സിൽ CPയും CMും, പോസിറ്റീവും നെഗറ്റീവും എങ്ങനെയാണ്? സൈൻ ഫ്ലാഗിന്റെ വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് S ഫ്ലാഗ്. ഓക്കെ, 0 ആണെങ്കിൽ അത് പോസിറ്റീവ് ആണ്, 1 ആണെങ്കിൽ നെഗറ്റീവ് ആണ്. കോൾ ഓൺ 0, കോൾ ഓൺ നോ 0. അപ്പോൾ 0 ഫ്ലാഗിന്റെ വാല്യൂ 1 ആണെങ്കിൽ 0 ഫ്ലാഗിന്റെ വാല്യൂ 0 ആണെങ്കിൽ. പിന്നെ പാരിറ്റി ഈവണും ഓടും. ആണെങ്കിൽ പാരിറ്റിയുടെ വാല്യൂ 1 ആണെങ്കിൽ ഈവൺ ആണ്, 0 ആണെങ്കിൽ ഓഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ്. സെയിം തന്നെയാണ്, ജമ്പ് പോലെ തന്നെയാണ്. ജമ്പ് ആണെങ്കിൽ J ആണ് നമ്മുടെ ന്യൂമോണിക്സിൽ വരിക. ഇത് സബ് റൊട്ടീൻ കോൾ ആയതുകൊണ്ട് C ആണ് വന്നിരിക്കുന്നത്. അത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കണോ? നെക്സ്റ്റ് ഈസ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അൺകണ്ടീഷണൽ ആയിട്ട് റിട്ടേൺ ചെയ്യാനാണെങ്കിൽ നമുക്ക് എന്താണ് റിട്ടേൺ എന്ന് പറയുന്നതിന് ആ ഇതിലേക്ക് RET, റിട്ടേണിന്റെ ന്യൂമോണിക് അല്ലെങ്കിൽ ഓപ്പ് കോഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് RET. ഇനി അതിന് നമുക്ക് ഓപ്പറൻഡ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതായത് എവിടെ നിന്നാണോ മെയിൻ പ്രോഗ്രാം എന്ന് പോകുന്നത്. അപ്പോൾ ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു അഡ്രസ്സ് കൊടുക്കണ്ടായിരുന്നു അല്ലേ സബ് റൊട്ടീൻ കോളിന്. ആ അഡ്രസ്സിനെ എടുത്തിട്ട് എവിടേക്ക് പ്ലേസ് ചെയ്യും? പ്രോഗ്രാം കൗണ്ടറിലേക്ക്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ ഓൾറെഡി നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഉണ്ടാവും അല്ലേ? ആ അഡ്രസ്സിനെ സ്റ്റാക്ക് പോയിന്ററിലേക്ക് സേവ് ചെയ്തിട്ടാണ് പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യുക? ഈ പെർട്ടിക്കുലർ അഡ്രസ് സബ് റൊട്ടീൻ്റെ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ അഡ്രസ്സിനെ എടുത്ത് അതിൽ റീപ്ലേസ് ചെയ്യുന്നത്, എന്നിട്ട് ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫംഗ്ഷനിൽ റിട്ടേൺ കാണുമ്പോൾ ഈ പ്രോഗ്രാം കൗണ്ടർ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാക്ക് പോയിന്ററിൽ ടോപ്പിൽ എന്ത് കിടക്കുന്നുണ്ടാവും? സ്റ്റാക്കിൽ ഇവിടെ ഞാൻ അതിൻ്റെ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ടോപ്പ് ഓഫ് സ്റ്റാക്കിൽ എന്തുണ്ടാവും? പ്രോഗ്രാം കൗണ്ടറിൽ ഓൾറെഡി ഉള്ള അഡ്രസ്സ് ഉണ്ടാവും. ആ അഡ്രസ്സിനെ എടുത്ത് റീപ്ലേസ് ചെയ്യും, എന്നിട്ട് ബാക്കി സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ കണ്ടീഷണലി സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, റിട്ടേൺ കണ്ടീഷണൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഇതൊക്കെയാണ്. ഓക്കെ, നേരത്തെ പോലെ തന്നെ 8 എണ്ണം ഉണ്ട്. റിട്ടേൺ ആയതുകൊണ്ട് 6 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ക്യാരി, റിട്ടേൺ ഓൺ നോ ക്യാരി,
return on positive, return on minus, return on zero, return on non-zero, return parity on parity, even return on parity odd. അപ്പോൾ ഏതൊക്കെ ഫ്ലാഗ്സ് ആണെന്ന് ഓൾറെഡി അറിയാം. ഇത് രണ്ടെണ്ണത്തിന് ക്യാരി ഫ്ലാഗ്, ഇത് രണ്ടെണ്ണത്തിന് സൈൻ ഫ്ലാഗ്, ഇത് രണ്ടെണ്ണത്തിന് സീറോ ഫ്ലാഗ്, ആൻഡ് ലാസ്റ്റ് രണ്ടെണ്ണത്തിന് പാരിറ്റി ഫ്ലാഗിന്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ടാണ് കണ്ടീഷണൽ ആയിട്ടുള്ള റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്സ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മെയിൻ ആയിട്ടുള്ള ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്ന PDF കുറച്ച് റീസ്റ്റാർട്ട് സ്റ്റേറ്റ്മെന്റും കൂടി ഉണ്ടാവും. RST, അതായത് ഇൻട്രപ്റ്റിന് വേണ്ടിയിട്ടുള്ളതാണത്. ഇൻട്രപ്റ്റ്, റീസ്റ്റാർട്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ശരിക്ക് ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസിൽ വരുന്നതാണ്. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇൻട്രപ്റ്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പിന്നീട് പഠിക്കും, നെക്സ്റ്റ് യൂണിറ്റിൽ പഠിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഓക്കെ, റീസ്റ്റാർട്ടൊക്കെ വരുന്നത്, ഇൻട്രപ്റ്റ്സ് ഒക്കെ അതിനകത്താ വരും. ഓക്കെ, അതും ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷനിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ് നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പേരും തന്നെ നമുക്ക് മനസ്സിലാവും, മൈക്രോ പ്രോസസ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഒരു 5-6 ഇൻസ്ട്രക്ഷൻസേ ഉള്ളൂ. മൈക്രോ പ്രോസസ്സറിലേക്ക് പ്രത്യേകമായിട്ട് സം ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി, അതിനെ കൊണ്ട് എന്തെങ്കിലും ഒരു അതിൻ്റെ ഓൺ ആക്കുക, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക, പെട്ടെന്ന് അങ്ങനെ എന്തെങ്കിലും, ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ അതിൽ ആദ്യത്തെ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ ഈസ് നോപ്പ്. നോപ്പിൻ്റെ ഫുൾ ഫോം നോ ഓപ്പറേഷൻ എന്നാണ്. മൈക്രോ പ്രോസസ്സറിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു പണിയും ചെയ്യേണ്ട, മിണ്ടാതെ നിൽക്കുക എന്ന് പറയുന്ന ഈ ഇൻസ്ട്രക്ഷനാണ് നോപ്പ് ഇൻസ്ട്രക്ഷൻ. പ്രത്യേകം ചില സമയത്ത് മൈക്രോ പ്രോസസ്സറിന് ഒരു ക്ലോക്ക് സൈക്കിളൊക്കെ ഒന്നും എക്സിക്യൂട്ട് ചെയ്യാതെ നിൽക്കേണ്ടി വരും. ഓക്കെ, അതൊക്കെയാണ്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മൾ എന്ത് കൊടുക്കുന്ന, മൈക്രോ പ്രോസസ്സറിന് പ്രത്യേകം നോപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മൾ നിർത്തുന്നത്. ഓക്കെ, അടുത്തത് ഹോൾട്ട്, HLT, ഹോൾട്ട് ഇൻസ്ട്രക്ഷൻ. ഹോൾട്ട് എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഇൻട്രപ്റ്റ് ഉണ്ടാവുമ്പോൾ, ഓക്കെ, ഒരു ഇൻട്രപ്റ്റോ അല്ലെങ്കിൽ പെട്ടെന്ന് ടെമ്പററി ആയിട്ട് നമുക്ക് മൈക്രോ പ്രോസസ്സറുടെ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിനെ നിർത്തണം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ടാണ്, അതായത് ഹോൾട്ട് ചെയ്യിക്കുക, നിർത്തുക, പിടിച്ചു നിർത്തുക. അതിന് വേണ്ടിയിട്ടാണ് കറണ്ട് ഇൻസ്ട്രക്ഷൻ. ഇപ്പോഴത്തെ കറണ്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി എന്ത് ചെയ്യാം, അതായത് ഓരോ പ്രോഗ്രാമും കഴിയുമ്പോൾ നമ്മൾ ഹോൾട്ട് കൊടുക്കാറുണ്ട് കമ്പ്യൂട്ടറിന്. അതായത് മൈക്രോ പ്രോസസ്സറിനെ സ്റ്റോപ്പ് ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ പ്രോഗ്രാമും കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കും. അടുത്ത പ്രോഗ്രാം വരുമ്പോഴാണ് അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുക. അല്ലെങ്കിൽ മൈക്രോ പ്രോസസ്സർ അറിയില്ല, നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം മൈക്രോ പ്രോസസ്സറിന്. അപ്പോൾ സ്റ്റോപ്പാണ് ഹോൾട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ എല്ലാ പ്രോഗ്രാമിൻ്റെയും ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹോൾട്ട് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് DI. ഇനി ഇൻട്രപ്റ്റ് എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഇൻസ്ട്രക്ഷൻ ഉണ്ട്. എനേബിൾ ഇൻട്രപ്റ്റ് ആണ് EI, ഡിസേബിൾ ഇൻട്രപ്റ്റ് ആണ് DI. ഓക്കെ, അപ്പോൾ അത് 2 എണ്ണമാണ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഞാൻ പറഞ്ഞു മൈക്രോ പ്രോസസ്സർ ഇപ്പോൾ ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻസ് പകുതി വഴിയിൽ നിർത്തിയിട്ട് ഇൻട്രപ്റ്റിനെ സ്വീകരിക്കാൻ എനേബിൾ ഇൻട്രപ്റ്റ് കൊടുക്കും. ഇൻട്രപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, സ്വീകരിച്ചു കഴിയുമ്പോൾ ഡിസേബിൾ ഇൻട്രപ്റ്റ് കൊടുക്കും. ഓക്കെ, അപ്പോൾ അത് 2 എണ്ണമാണ് EIയും DIയും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലാസ്റ്റ് 2 കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് സെറ്റ് ഇൻട്രപ്റ്റ് മാസ്കും റിമ്മും ഉണ്ട്, സിമ്മും ഉണ്ട് കേട്ടോ. റീസെറ്റും ഉണ്ട്, സെറ്റും ഉണ്ട്. സിമ്മ് വരുമ്പോൾ അത് സം മിസ്റ്റേക്സ് വന്നിട്ടുണ്ട് ഇതിൽ. ഓക്കെ, ഇത് സിം ഇത് ലാസ്റ്റ് 1 ആണ്. ഓക്കെ,
അപ്പോൾ സിം എന്ന് പറയുന്നത് സെറ്റ് ഇൻട്രപ്റ്റ് മാസ്ക് ആണ്. റിം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ റീസെറ്റ് ഇൻട്രപ്റ്റ് മാസ്ക് ആണ്. ഇൻപുട്ട് കൊടുക്കുമ്പോൾ ഇൻപുട്ട് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിം ആണ്, റിം എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ കൊടുക്കുക. ഔട്ട്പുട്ട് സ്വീകരിക്കാൻ എന്താ കണ്ടോ, ദിസ് ഇൻസ്ട്രക്ഷൻ ഈസ് യൂസ് ടു ഇംപ്ലിമെന്റ് ദ ഇൻട്രപ്റ്റ്സ്. ഈ ഇൻട്രപ്റ്റ്സ് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് സീരിയൽ ഡാറ്റ ഔട്ട്പുട്ട് കൊടുക്കാനുണ്ടാവുമ്പോഴാണ് ഈ ഇൻട്രപ്റ്റ്സ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത്? സിം ഇൻസ്ട്രക്ഷൻ നമ്മൾ മൈക്രോ പ്രോസസറിനായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബ്രാഞ്ചിങ് ആൻഡ് കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ.